ഹായ് ഹലോ വെൽക്കം ടു ഫ്രാങ്ക് ലെക്ചർ. സോ ഇന്ന് നമ്മളുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ തന്നെ സെക്ഷൻ 2 അതായത് സെക്ഷൻ 10 പാർട്ട് 2 ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് ഗേറ്റിലെ പാർട്ട് 2 സെക്ഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫൈൻ. അപ്പൊ നമ്മൾ ആദ്യത്തെ പാർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഗേറ്റിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. ഐ മീൻ അത്രയും സ്റ്റെപ്സ് കൂടുതലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ചാൻസ് കുറവാണ്. ഓക്കെ, സോ മാക്സിമം കുറച്ച് ഫോമുലത്തും കാര്യങ്ങളൊക്കെ അറിയാന്നുണ്ടെങ്കിൽ യു ക്യാൻ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഫൈൻ. ഇത്രയും വലിയൊരു ടാസ്ക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇതിൽ. അപ്പോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ദ മാക്സിമം വിൻഡോ സൈസ്. ഓക്കെ, ദ മാക്സിമം വിൻഡോ സൈസ് ഫോർ ഡേറ്റ ട്രാൻസ്മിഷൻ യൂസിംഗ് ദ സെലക്ടീവ് റിജക്ട് പ്രോട്ടോകോൾ വിത്ത് n ബിറ്റ് ഫ്രെയിം സീക്വൻസ് നമ്പർ എത്രയാണ് ചോദിക്കുന്നത്. ഓക്കെ, എത്ര മാക്സിമം വിൻഡോ സൈസ് എത്രയാണെന്നാണ് ഇവിടെ ചോദിക്കുന്നേടാ. അപ്പൊ മാക്സിമം വിൻഡോ സൈസ് എന്ന് പറയുമ്പോ മാക്സിമം വിൻഡോ സൈസ് അല്ലെ, മാക്സിമം വിൻഡോ സൈസ് ഇവിടെ പറയുന്നത്. മാക്സിമം വിൻഡോ സൈസ് എന്ന് പറയുമ്പോൾ എന്താണ്? 2n/2 ആണ്. അതായത് 2n-1 ആണ് നമുക്ക് ഇവിടുത്തെ മാക്സിമം വിൻഡോ സൈസ് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് സി ആണ് നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ. മാക്സിമം വിൻഡോ സൈസ് എന്ന് പറയുമ്പോൾ എന്താണ്? 2n/2 ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ഒബ്വിയസ്ലി എന്താ കിട്ടുക? 2n-1 കിട്ടുക. സോ ദാറ്റ് ഈസ് അവർ മാക്സിമം വിൻഡോ സൈസ്. ചിലത് ഞാൻ പറയുന്നത് ഇതുവരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലത് ഉണ്ടാവുക. ചിലപ്പോൾ കുറച്ച് സ്റ്റെപ്സ് ഇൻക്ലൂഡ് ആവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, നോക്കിയാ അടുത്താണ് ഇതുപോലത്തെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെയാ പറയുന്നത്? ഓൺ എ വയർലെസ് ലിങ്ക് ദ പ്രോബബിലിറ്റി ഓഫ് പാക്കറ്റ് എറർ 0.2. അപ്പൊ എറർ എത്രയാണ്? ഇതിന്റെ പ്രോബബിലിറ്റിയുടെ പാക്കറ്റ് എറർ എത്ര ഇവിടെ പറയുന്നത്? 0.2 ആണ് ഇവിടുത്തെ പാക്കറ്റ് എറർ പറയുന്നത് അല്ലെ. ആ സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് പ്രോട്ടോകോൾ ഈസ് യൂസ് ടു ട്രാൻസ്ഫർ ഡേറ്റ അക്രോസ് ദ ലിങ്ക്. ഫൈൻ. The channel condition is assumed to be independent from the transmission to transmission. അപ്പോൾ ഇവിടെ എന്താണ് ചാനൽ കണ്ടീഷൻ? എന്താണ്? ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റിലാണ് പറയുന്നത്. ഒരു ട്രാൻസ്മിഷനിൽ നിന്ന് മറ്റൊരു ട്രാൻസ്മിഷനിലോട്ട് പോകുമ്പോൾ ഇതിന്റെ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റിലാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് ട്രാൻസ്മിഷൻ അറ്റംപ്റ്റ്? ഓക്കെ, ആവറേജ് നമ്പർ ഓഫ് ട്രാൻസ്മിഷൻ അറ്റംപ്റ്റ് എത്രയെന്ന് ചോദിക്കുന്നത്. ഓക്കെ, റിക്വയർഡ് ടു ട്രാൻസ്ഫർ 100 പാക്കറ്റ്സ്. അതാണ് ഇവിടുത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് കുറച്ച് സ്റ്റെപ്സും കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യം തന്നെ എന്താണ് നമ്മുടെ സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോൾ അല്ലെ. ഇവിടെ ചോദിക്കുന്നത് എന്താണ്? ഏതിന്റെ ചോദിക്കുന്നത്? സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് പ്രോട്ടോകോളാണ് പറയുന്നത്. ഓക്കെ, അതായത് സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോൾ. അപ്പോ സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് പ്രോട്ടോകോളിലെ ആവറേജ് ട്രാൻസ്മിഷൻ നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഓക്കെ, എങ്ങനെയാണ് ആ ഒരു ആവറേജ് നമ്പർ ഓഫ് ട്രാൻസ്മിഷൻ നമുക്ക് നോക്കാൻ പറ്റുക? ആവറേജ് നമ്പർ ഓഫ് ട്രാൻസ്മിഷൻ, അതായത് ഒരു സിംഗിൾ പാക്കറ്റിന്റെ ആവറേജ് നമ്പർ ഓഫ് ട്രാൻസ്മിഷൻ ആണ്. ഓക്കെ, ഒരു സിംഗിൾ പാക്കറ്റിന്റെ ആണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ അത് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? 1/1 - p യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ആവറേജ് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, 1/1 - p. ഓക്കെ, പി എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ നമ്മുടെ ഒരു പ്രോബിലിറ്റിയുടെ കാര്യങ്ങളൊക്കെയാണ് പി ആയിട്ട് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കിക്കേ. ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? എത്ര പാക്കറ്റ്സിന്റെ ആവറേജ് നമ്പർ ആണ് നമുക്ക് ചോദിക്കേണ്ടത്? 100 പാക്കറ്റ്സിന്റെ ആണ് ചോദിക്കുന്നത് അല്ലെ. അപ്പോ 100 പാക്കറ്റ്സിന്റെ ആണ്. സോ ഫോർ 100 പാക്കറ്റ്സിന്റെ ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. എത്രയാ? 100 പാക്കറ്റ്സിന്റെ ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ 100 പാക്കറ്റ്സിന്റെ കണ്ടുപിടിക്കണമെങ്കിൽ എത്രയാണ്? ഒരു സിംഗിൾ പാക്കറ്റിന്റെ 1/1 - p ആണെന്നുണ്ടെങ്കിൽ 100 പാക്കറ്റ്സിന് എന്തായിരിക്കും? ഒബ്വിയസ്ലി എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? 100 × 1/1 - p. p എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് p ഓൾറെഡി തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് എ പാക്കറ്റ് 0.2 ഇല്ലേ? 0.2 നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ എത്ര വരാ? 100 × 1/0.8 എന്ന് പറയുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എത്ര വരാ? 125 ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നടാ ഒരു 100 പാക്കറ്റ്സിന്റെ ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യം. ഓക്കെ, സിമ്പിൾ ആയിട്ട് ആദ്യം നമുക്ക് സിംഗിൾ പാക്കറ്റ് എന്ന് പറയുമ്പോൾ 1/1 - p ആണെങ്കിൽ 100 പാക്കറ്റ്സ് ഒബ്വിയസ്ലി 100 × 1/1 - p അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത പറയുമ്പോൾ ഇൻ ദ ഫോളോയിങ് പെയർസ് ഓഫ് OSI പ്രോട്ടോകോൾ ലെയർ ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷനാലിറ്റി എന്താണ് ഇവിടെ ഇൻകറക്റ്റ് പെയർ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. കൂടുതലും നമ്മൾ ഒരു ഗേറ്റിന്റെ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കൂടുതലും അതിൽ മാച്ച് ആവാത്തത് ഇതാണ്. നമ്മളെ കുറച്ച് കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടി അവർ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അല്ലെ. ഇതിൽ മാച്ച് ആവാത്തത് ഏതാണ്? ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? അല്ലെങ്കിൽ ഇതിന്റെ ആപ്ലിക്കേഷൻ അല്ലാത്തത് ഏതാണ്? അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം അങ്ങനെ വരുമ്പോൾ എന്താണ് നമുക്ക് കുറച്ച് എന്താ പറയാ ഒരു കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസസ് കൂടുതലാണ്. അത് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ അങ്ങനത്തെ രീതിക്ക് തന്നെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ തന്നിരിക്കുന്ന OSI പ്രോട്ടോകോൾ അല്ല അതിന്റെ ഫംഗ്ഷനാലിറ്റി ഇൻകറക്റ്റ് പെയർ ഏതാന്നാ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇൻകറക്റ്റ് പെയർ നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ നെറ്റ്വർക്ക് ലെയർ ആൻഡ് റൂട്ടിംഗ് അത് നമ്മുടെ എന്താണ് ഇതിന്റെ ഒരു ഫംഗ്ഷനാലിറ്റി ആണ്. ഓക്കെ, അതൊരിക്കലും ഇൻകറക്റ്റ് പെയർ അല്ല. ഓക്കെ,
പിന്നെ വരുന്നതാണ് ഡേറ്റ ലിങ്ക് ലെയർ. ഓക്കെ, ഡേറ്റ ലിങ്ക് ലെയർ ഓക്കെയാണ്. അടുത്ത ബിറ്റ് സിങ്ക്രണൈസേഷൻ. ബിറ്റ് സിങ്ക്രണൈസേഷൻ എന്താണ്? ഇതിന്റെ ഒരു കറക്റ്റ് ഫംഗ്ഷനാലിറ്റി ആണോ? അല്ല. ഇവിടെ എന്ന് പറയുമ്പോഴേക്കും ഇവിടെ നമ്മുടെ ബിറ്റ് സിങ്ക്രണൈസേഷൻ നമ്മൾ ഫിസിക്കൽ ലെയറിലായിരിക്കാണ് കൂടുതലും വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ ഇതിന്റെ സബ് ലെയർ അല്ലെങ്കിൽ എന്താണ് ഇൻകറക്റ്റ് പെയർ ഏതൊക്കെയാണെന്ന് ചോദിക്കും. ഇപ്പൊ ഇവിടെ നെറ്റ്വർക്ക് ലെയറും റൂട്ടിങ്ങും എന്താണ് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പെയറാണ്. പക്ഷേ ഡേറ്റ ലിങ്ക് ലെയറും ബിറ്റ് സിങ്ക്രണൈസേഷനും കറക്റ്റ് ആയിട്ടുള്ള പെയറാണോ? അല്ല. ബിക്കോസ് ബിറ്റ് സിങ്ക്രണൈസേഷൻ വരുന്ന ഏതിലാണ് വരുന്നതാ? നമ്മുടെ ഫിസിക്കൽ ലെയറിലാണ് എന്ത് വരുന്നത്? ബിറ്റ് സിങ്ക്രണൈസേഷൻ വരുന്നത്. ഓക്കെ, അടുത്ത് വരുന്ന ഏതാണ്? ട്രാൻസ്പോർട്ട് ലെയർ ആൻഡ് എൻഡ് ടു എൻഡ് പ്രോസസ് കമ്മ്യൂണിക്കേഷൻ. അതും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പെയർ തന്നെയാണ്. നാലാമത്തെ ആയിട്ടുള്ള മീഡിയം ആക്സസ് കൺട്രോളും സബ് ലെയർ ആൻഡ് ചാനൽ ഷെയറിംഗ്, അതും കറക്റ്റ് ആയിട്ടുള്ള ഒരു പെയർ തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ നമുക്ക് കറക്റ്റ് ആയിട്ട് അല്ലാത്ത പെയർ എന്ന് പറയുമ്പോൾ ബിറ്റ് സിങ്ക്രണൈസേഷൻ ആണ്. കാരണം ബിറ്റ് സിങ്ക്രണൈസേഷൻ ഏത് പെയറാ വരിക? ഇവിടെ ബിറ്റ് സിങ്ക്രണൈസേഷൻ വരുന്നതിനാണ് നമ്മുടെ ഫിസിക്കൽ ലെയറിലാണ് ബിറ്റ് സിങ്ക്രണൈസേഷൻ വരുന്നത്. ഓക്കെ, ഫിസിക്കൽ ലെയറിലാണ് ബിറ്റ് സിങ്ക്രണൈസേഷൻ വരുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. ഫൈൻ. അടുത്ത് ചോദിക്കുന്നത് കൺസിഡർ ദ ഫോളോയിങ് ടു സ്റ്റേറ്റ്മെന്റ്. രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. S1 എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, S2 ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. S1 എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്? ഡെസ്റ്റിനേഷൻ മാക് അഡ്രസ് ഓഫ് എൻ ARP റിപ്ലൈ ഈസ് എ ബ്രോഡ്കാസ്റ്റ് അഡ്രസ്. അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ മാക് അഡ്രസ് ഓഫ് എൻ ARP റിക്വസ്റ്റ്, അതായത് ARP റിപ്ലൈയും ബ്രോഡ്കാസ്റ്റ് അഡ്രസ് ആണെന്നും അതുപോലെ തന്നെ ARP റിക്വസ്റ്റ് ഒരു ബ്രോഡ്കാസ്റ്റ് അഡ്രസ് ആണെന്നും. അതായത് ഏതിലൊക്കെയാണ്? ഒന്ന് റിപ്ലൈയും അടുത്തതിൽ വന്നിരിക്കുന്ന റിക്വസ്റ്റും ആണ് അല്ലെ. അപ്പൊ ഇവിടത്തെ ഏതാണ് കറക്റ്റ്? ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് എന്നാ ചോദിക്കുന്നത്. S1 ഫോൾസും S2 ട്രൂ ആണെന്നാണ് ആദ്യത്തെ അസംഷൻ പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ പറയുമ്പോൾ S1 ഫോൾസ് ആണോടാ? നോക്കിക്കേ, ഇവിടെ ARP റിക്വസ്റ്റ് ഈസ് എ ബ്രോഡ്കാസ്റ്റിംഗ് എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറയാ? ARP റിക്വസ്റ്റ് ഈസ് ബ്രോഡ്കാസ്റ്റിംഗ്, ARP റിപ്ലൈ എന്താ വരിക? ഇവിടെ നോക്കി S2. അടുത്ത S2 ചോദിക്കുന്നത് എന്താണ്? ഡെസ്റ്റിനേഷൻ മാക് അഡ്രസ് ഓഫ് എൻ ARP റിക്വസ്റ്റ് ഈസ് എ ബ്രോഡ്കാസ്റ്റ് അഡ്രസ്. ഓക്കെ, ഇവിടെ എന്ന് പറയുമ്പോഴേക്കും ARP റിക്വസ്റ്റ് എന്താണ്? കറക്റ്റ് ആണ്. ഓക്കെ, ARP റിക്വസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ബ്രോഡ്കാസ്റ്റിംഗ്, അതുപോലെ തന്നെ ARP റിപ്ലൈ എന്ന് പറയുന്നത് എന്താണ്? യൂണികാസ്റ്റിംഗും ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്? ബോത്ത് S1 ആൻഡ് S2 ഫാൾസ് ആണോ? അല്ല, ബോത്ത് S1 ആൻഡ് S2 ഫോൾസ് അല്ല. കാരണം നമുക്ക് ഇതിൽ എന്താണ് പറയുന്നത്? രണ്ടാമത്തിന് പറയുന്നുണ്ട് ARP റിക്വസ്റ്റ് ബ്രോഡ്കാസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. ആക്ച്വലി ARP റിക്വസ്റ്റ് എന്താണ്? ബ്രോഡ്കാസ്റ്റ് ആണ്. സോ ഇറ്റ്സ് എ ട്രൂ ആണ്. അപ്പൊ അത് ഫാൾസ് അല്ല. അടുത്ത് പറയുന്നത് രണ്ടും ട്രൂ ആണെന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പോ പക്ഷെ എന്താണ്? ARP എന്താണ്? നമ്മുടെ റിപ്ലൈ വന്നിട്ട് എന്താണ്? യൂണികാസ്റ്റ് ആണ്. പക്ഷെ S1 എന്ത് പറയുന്നുണ്ട്? ARP റിപ്ലൈ ബ്രോഡ്കാസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് എന്താണ്? ഫോൾസ് ആയിട്ടുള്ള ഒരു അസംഷൻ ആണ് അല്ലെ. അപ്പൊ കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഏതാണ് വന്നിരിക്കുന്നത്? കറക്റ്റ് ആയിട്ട് ഇതാണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. S1 is false and S2 is true. അതായത് എന്താണ്? നമ്മുടെ ARP റിപ്ലൈ ബ്രോഡ്കാസ്റ്റ് ആണ്, അതുപോലെ തന്നെ ARP റിപ്ലൈ യൂണികാസ്റ്റ് ആണ്, അതുപോലെ തന്നെ ARP റിക്വസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ബ്രോഡ്കാസ്റ്റും ആണ്. ഓക്കെ, അതൊന്നും മൈൻഡിൽ വെച്ചിരിക്കാം. ഓക്കെ, ARP റിക്വസ്റ്റ് ആണെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് ഇസ് എ ബ്രോഡ്കാസ്റ്റ്. ARP റിപ്ലൈ ആണെന്നുണ്ടെങ്കിൽ അതൊരു യൂണികാസ്റ്റ് ആയിരിക്കും. ഓക്കെ, അത് ഓർത്ത് വയ്ക്കും. ചിലപ്പോൾ അത് പല രീതിക്കും ചോദിക്കും. ഇപ്പൊ ഇങ്ങനെ ചോദിച്ചാൽ അത് വേറെ രീതിക്കും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഫൈൻ. അടുത്ത വരുന്നത് എന്താണ്? ഓക്കെ, ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയുന്നത് നോക്കാം. സപ്പോസ് 5-bit മെസ്സേജ് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം എ സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ത്രൂ എ നോയ്സി ചാനൽ. ഒരു 5-bit മെസ്സേജ് എന്തായി ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് ഒരു സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലോട്ട് ഒരു നോയ്സി ചാനൽ, ഭയങ്കര ഇതായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടി ടൈപ്പ് ഓഫ് ചാനലിലൂടെ എന്താണ്? ഒരു 5-bit മെസ്സേജ് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അവിടെ ദ പ്രോബബിലിറ്റി ദാറ്റ് എ ബിറ്റ് ഓഫ് ദ മെസ്സേജ് ഗെറ്റ് ഫ്ലിപ്പ് ഡ്യൂറിംഗ് ട്രാൻസ്മിഷൻ ഈസ്, അവിടുത്തെ പ്രോബബിലിറ്റിയുടെ വാല്യൂ എത്ര പറയുന്നത്? 0.01 ആണ് പ്രോബബിലിറ്റി വാല്യൂ പറയുന്നത്. ഓക്കെ, എന്നിട്ട് പറയുന്നുണ്ട് ഫ്ലിപ്പിംഗ് ഓഫ് ഈച്ച് ബിറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് വൺ അനദർ. ഓക്കെ, അതെന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. ഓരോ ബിറ്റ് ഫ്ലിപ്പായി പോകുമ്പോഴേക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡന്റ് ആയിട്ട് ഇരിക്കുന്നത്. ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ്. ഇവിടെ ചോദിക്കുന്നതാണ് പ്രോബബിലിറ്റി ദാറ്റ് ദ മെസ്സേജ് ഈസ് ഡെലിവേർഡ് എറർ ഫ്രീ. ഒരു ഡെസ്റ്റിനേഷനിലോട്ട് എറർ ഫ്രീ ആയിട്ട് എത്രത്തോളം മെസ്സേജ് എത്തിയിട്ടുണ്ട്, ഡെലിവർ ആയിട്ടുണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഒരു പ്രോബബിലിറ്റി ആണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ആദ്യം തന്നെ എടുത്ത് എഴുതാം അല്ലെ. ആദ്യം നമ്മുടെ മെസ്സേജ് ലെങ്ത് നമുക്ക് എത്ര തന്നിട്ടുള്ള? 5 ബിറ്റ് ആണ് നമ്മുടെ മെസ്സേജ് ലെങ്ത് തന്നിട്ടുള്ളത് അല്ലെ. മെസ്സേജ് ലെങ്ത് എന്ന് പറയുമ്പോഴേക്കും എന്താ വരുന്നത്? 5 ബിറ്റ് ആണ് നമ്മുടെ മെസ്സേജ് ലെങ്ത് വരുന്നത് അല്ലെ. അടുത്ത വേറെ നമുക്ക് പ്രോബബിലിറ്റി പറയുന്നുണ്ട്. എന്താണ്? പ്രോബബിലിറ്റി ദാറ്റ് എ ബിറ്റ് ഫ്ലിപ്പ്, എത്രത്തോളം ഫ്ലിപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, പ്രോബബിലിറ്റി ദാറ്റ് ബിറ്റ് ഫ്ലിപ്പ് എത്രയാണ് ചോദിക്കുന്നത്. നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 0.01 തന്നിട്ടുണ്ട് അല്ലെ. ഫൈൻ.
ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രത്തോളം ഇത് ഫ്ലിപ്പ് ആയിട്ടില്ല എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ ഫൈനൽ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, എത്രത്തോളം എറർ ഫ്രീ ആയിട്ട് എത്തിയിട്ടുണ്ടെന്നാ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫ്ലിപ്പ് ആവാത്തതിന്റെ പ്രോബബിലിറ്റി നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പോ പ്രോബബിലിറ്റി that the bit is not flipped. അപ്പൊ അങ്ങനെ ഫ്ലിപ്പ് ആവാത്ത കണ്ടുപിടിക്കാൻ എങ്ങനെ നമുക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റുക, 1 മൈനസ് 0.0 ആണ്. അപ്പൊ എത്ര വരിക, 0.099 എന്ന് വരും അല്ലെ, 0.99 എന്ന് വരും, 0.99 എന്ന് വരും. ഇനി നമ്മൾ എക്സാക്ട് ഇതിലോട്ട് പോകുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈനൽ പ്രോബബിലിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്, അതിന്റെ എറർ ഫ്രീ ആയിട്ട് എത്ര എത്തിയിട്ടുണ്ടെന്നാ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ മൊത്തത്തിൽ നമുക്കിപ്പോ ഫ്ലിപ്പ് ആവാത്ത എത്രയുള്ളത്, 0.99 ആണ് നമുക്ക് ഫ്ലിപ്പ് ആവാതെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ മാക്സിമം ലെങ്ത് നമ്മുടെ എത്രയാണ്, 5 ആണ്. പവർ ടു 5 കൊടുത്താൽ മതിയാവും. നമുക്കപ്പോ എത്ര കിട്ടും, 0.95099 എന്ന് കിട്ടും. നമുക്ക് ഇവിടെ അപ്രോക്സ് ആയിട്ട് 0.951 എന്ന് ഒരു അപ്രോക്സ് വാല്യൂ കിട്ടും. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. കണ്ടോ, എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് വൈസ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഫ്ലിപ്പ് ആവാത്ത രീതിക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ആ ലെങ്ത് നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ്ലി ആൻസർ കിട്ടാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഫൈൻ. അടുത്തെന്ന് പറയുമ്പോൾ എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. ഓക്കെ, ഒരു ബ്രിഡ്ജ് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ, ബ്രിഡ്ജ് എന്താന്ന്. അപ്പോ ഇതില് തന്നിക്കുന്നതിൽ ബ്രിഡ്ജിന്റെ പ്രോപ്പർട്ടി അല്ലാത്ത അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലാത്തത് ഏതാണെന്നാ ചോദിക്കുന്നത്, ഫോൾസ് ആയിട്ടുള്ള അസംഷൻ ആർഗ്യുമെന്റ് ഏതാണെന്നാ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോ ബ്രിഡ്ജ് ഈസ് എ ലെയർ 2 ഡിവൈസ് ആണോടാ, അത് ആണ് അല്ലെ. ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ എന്താണ്, ലെയർ 2 ഡിവൈസ് തന്നെയാണ്. അടുത്ത് പറയുന്നത് എന്താണ്, ബ്രിഡ്ജ് റെഡ്യൂസസ് എന്താ, കൊളിഷൻ ഡൊമൈൻ. പിന്നെ എന്താ പറയുന്നത്, ഇത് ലൈക്ക് ഒരു കൊളിഷൻ ഡൊമൈൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത് പറയുന്നത് എന്താണ്, ബ്രിഡ്ജ് ഈസ് യൂസ് ടു കണക്ട് 2 or more ലാൻഡ് സെഗ്മെന്റ്സ് അല്ലെ. അത് കറക്റ്റ് ആണ്. നമുക്ക് ബ്രിഡ്ജ് നമ്മൾ പേര് തന്നെ ഉണ്ട്, എന്തിനാ യൂസ് ചെയ്യുന്നത്, രണ്ട് ഡിവൈസസിനെ രണ്ടിലധികം ലാൻഡ് സെഗ്മെന്റ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബേസിക്കലി ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. ബ്രിഡ്ജ് റെഡ്യൂസസ് ബ്രോഡ്കാസ്റ്റ് ഡൊമൈൻ. ഒരിക്കലും ബ്രിഡ്ജ് എന്ത് ചെയ്യടാ, ബ്രോഡ്കാസ്റ്റ് ഡൊമൈനെ റെഡ്യൂസ് ചെയ്യില്ല. സോ അതാണ് നമ്മുടെ ഇവിടത്തെ എന്തെന്ന് പറയുന്നത്, ഫോൾസ് ആയിട്ടുള്ള അസംഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ, ബ്രിഡ്ജ് റെഡ്യൂസസ് ബ്രോഡ്കാസ്റ്റ് ഡൊമൈൻ, അത് ഒരിക്കലും റെഡ്യൂസ് ചെയ്യില്ല. അപ്പൊ അതാണ് നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നെറ്റ്വർക്ക് ഹാസ് എ ഡേറ്റ ട്രാൻസ്മിഷൻ ബാൻഡ്വിഡ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര, 20 × 10⁻⁶ ആണ് നമ്മുടെ ഒരു അതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇറ്റ് യൂസസ് PSMA or CD in the MAC layer. The maximum signal propagation time from one node to another node എന്ന് പറയുന്നത് 40 microsecond ആണ് അതിന്റെ ഒരു സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, സിഗ്നൽ പ്രൊപ്പഗേഷൻ ടൈം എന്ന് പറയുന്നത്. അടുത്ത, ദ മിനിമം സൈസ് ഓഫ് എ ഫ്രെയിം ഇൻ എ നെറ്റ്വർക്ക്. അപ്പൊ ഇതിൽ ചോദിക്കുന്നത് എന്താണ്, മിനിമം സൈസ് ഓഫ് എ ഫ്രെയിം ആണ് നമ്മുടെ ഇവിടെ ബേസിക്കലി എന്ത് ചെയ്യുന്നടാ ചോദിക്കുന്നത്. ഓക്കെ, ഫൈൻ. അന്ന് എന്താണ്, നമുക്ക് ബാൻഡ് വിഡ്ത്ത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഇല്ലേ. എത്ര ഇവിടെ ബാൻഡ് വിഡ്ത്ത് തന്നിട്ടുള്ളത്, ബാൻഡ് വിഡ്ത്ത് നമുക്ക് ഇവിടെ ഓൾറെഡി ഗീവൺ ആണ്. എത്രയാണ് ബാൻഡ് വിഡ്ത്ത് ഉള്ളത് ഇവിടെ, 20 × 10⁻⁶ ആണ് നമ്മുടെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് അല്ലെ. ഇനി നമ്മൾ നോക്കേണ്ട എന്താണ്, നമുക്ക് ഇനിയും എന്തെങ്കിലും ഗീവൺ ആയിട്ടുണ്ടോടാ, മാക്സിമം സിഗ്നൽ, മാക്സിമം എന്താണ് നമ്മുടെ പ്രൊപ്പഗേഷൻ ഡിലേ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. മാക്സിമം പ്രൊപ്പഗേഷൻ ഡിലേ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്ര തന്നിട്ടുള്ളത്, 40 മൈക്രോസെക്കൻഡ്. 40 മൈക്രോസെക്കൻഡ് നമുക്ക് മാക്സിമം പ്രൊപ്പഗേഷൻ ഡിലേ തന്നിട്ടുള്ളത് അല്ലെ. ഇനി നമുക്ക് ഇവിടെ ചോദിക്കുന്നത് എന്താണ്, മിനിമം സൈസ് ഓഫ് എ ഫ്രെയിം ആണ് നമുക്ക് ഇവിടെ ചോദിക്കുന്നത് അല്ലെ. ഇപ്പൊ ആ മിനിമം സൈസ് ഓഫ് എ ഫ്രെയിം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, റൗണ്ട് ട്രിപ്പ് ആണ്. ഓക്കെ, ഒരു റൗണ്ട് ട്രിപ്പ് പ്രൊപ്പഗേഷൻ ഡിലേ ആണ് നമ്മൾ ഇവിടെ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, കാൽക്കുലേറ്റ് റൗണ്ട് ട്രിപ്പ് പ്രൊപ്പഗേഷൻ ഡിലേ. റൗണ്ട് ട്രിപ്പ് പ്രൊപ്പഗേഷൻ ഡിലേ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, 2 × എന്താണ് മാക്സിമം പ്രൊപ്പഗേഷൻ ഡിലേ. മാക്സിമം പ്രൊപ്പഗേഷൻ ഡിലേ നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളത്, 40 മൈക്രോസെക്കൻഡ് അല്ലെ. അപ്പൊ 2 × 40 മൈക്രോസെക്കൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര എവിടെ കിട്ടുന്നുണ്ടാവുക, 80 അല്ലെ, 80 മൈക്രോസെക്കൻഡ് കിട്ടും. അപ്പൊ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് 80 × 10⁻⁻⁶ നമ്മൾ മൈക്രോനെ കൺവേർട്ട് ചെയ്തു, നമ്മൾ 10⁻⁻6 എന്ന് എഴുതി. അപ്പൊ 80 × 10⁻⁻6 ആണ് നമ്മുടെ റൗണ്ട് ട്രിപ്പ് ആയിട്ടുള്ള പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത്. ഇനിയാണ് നമ്മൾ ഡയറക്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം എന്താണ്, മിനിമം സൈസ് ഓഫ് എ ഫ്രെയിം. ഓക്കെ, കാൽക്കുലേറ്റ്
മിനിമം സൈസ് ഓഫ് ഫ്രെയിം. ഓക്കെ, ഫ്രെയിം സൈസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല നമുക്ക് ഉണ്ട്. ഓക്കെ, ഇങ്ങനത്തെ ഫോർമുലാസ് ഒക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് പോക്കുള്ളൂ. കാരണം ഇങ്ങനത്തെ അതാ പറഞ്ഞത്, ഫോർമുലാസ് അറിയുന്നത് നമുക്ക് പെട്ടെന്ന് ചെയ്തു പോവാം. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മുടെ ഫോർമുല ഫ്രെയിം സൈസിന്റെ ഫോർമുല എന്ന് പറയുമ്പോൾ ഇതാണ്, ബാൻഡ് വിഡ്ത്ത് ഇൻറ്റു ടൈം ആണ് നമ്മുടെ ഫ്രെയിം സൈസിന്റെ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ബാൻഡ് വിഡ്ത്ത് ഇൻറ്റു ടൈം. ഓക്കെ, ബാൻഡ് വിഡ്ത്ത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലെ? എത്ര തന്നിട്ടുള്ളത്? 20 × 10⁶ ആണ് നമ്മുടെ ബാൻഡ് വിഡ്ത്ത്. ഇപ്പൊ ബാൻഡ് വിഡ്ത്ത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ടൈം ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രയാണ്? 80 × 10⁻⁻6 ആണ് നമ്മുടെ ഇവിടുത്തെ ടൈം. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 1600 ബിറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് ബിറ്റ്സിന് എന്താണ് ബൈറ്റ്സിലോട്ട് വേണം, ബൈറ്റ് ഫോർമാറ്റിൽ വേണം എഴുതാൻ. അപ്പൊ ബിറ്റ്സിനെ ബൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമില്ല. 1600 എന്താണ് ചെയ്യേണ്ടത്? ബൈ 8 വെച്ച് ചെയ്താൽ മതി. അപ്പൊ എത്ര ആയിട്ട് നിങ്ങൾക്ക് ഒബ്വിയസ്ലി 200 ബൈറ്റ്സ് എന്ന് കിട്ടും. ആ ബിറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്തു? ജസ്റ്റ് കൺവേർട്ട് ചെയ്തേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ എത്രയാണ്? 200 ബൈറ്റ്സ് ആണ് നമുക്ക് ഇവിടെ ഫൈനൽ ആൻസർ കിട്ടുക. ഓക്കെ, ഫൈൻ. അടുത്ത ഒരു സിമ്പിൾ ആയിട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഇൻ TCP യൂണീക് സീക്വൻസ് നമ്പർ അസൈൻ ടു ഈച്ച്. ഏതിലാണ് നമ്മൾ ഒരു യൂണീക് സീക്വൻസ് നമ്പർ എങ്ങനത്തെ രീതിയിലാണ് അസൈൻ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. എന്താണ്? ബൈറ്റ് ആണ്. ഓക്കെ, TCP ഒബ്വിയസ്ലി എന്താണ്? ഒരു ബൈറ്റ് രീതിക്കാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ബൈറ്റിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അടുത്ത് ചോദിക്കുന്നത്, in the TCP protocol queue, which one the following is not a part? IP ഹെഡറിന്റെ പാർട്ട് അല്ലാത്ത ഏതെന്നാ ചോദിക്കുന്നത്. എന്താണ്? നമ്മുടെ ഡെസ്റ്റിനേഷൻ പോർട്ട് നമ്പർ ആണ് എന്തെന്ന് പറയുന്നതാ? IP ഹെഡറിന്റെ പാർട്ട് അല്ലാത്തത് ഏതാണ്? പോർട്ട് നമ്പർ ആണ്. കാരണം പോർട്ട് നമ്പർ എന്താണ്? നമ്മുടെ ട്രാൻസ്പോർട്ട് ലെയറിലോട്ടാണ് പോർട്ട് നമ്പർ ബിലോങ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഏതാണ്? ട്രാൻസ്പോർട്ട് ലെയർ ആണ് ബിലോങ് ചെയ്തിരിക്കുന്നത്. ഫൈൻ. അപ്പൊ എന്താണ്? ഡെസ്റ്റിനേഷൻ പോർട്ട് നമ്പർ ഒരിക്കലും ഇതിൽ ബിലോങ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് നോട്ട് എ പാർട്ട് ഓഫ് ദ IP ഹെഡർ എന്നാ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ അതേതാ വരിക? പോർട്ട് നമ്പർ ആണ് വരിക. ഫൈൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താണ്? പാക്കറ്റ്സ് ഓഫ് ദ സെയിം സെഷൻ മേ ബി റൂട്ടഡ് ത്രൂ ഡിഫറെന്റ് പാത്ത്സ് ഇൻ. ഏതിലൂടെയൊക്കെയാണ് പാക്കറ്റ്സ് ഓഫ് സെയിം സെഷൻ റൂട്ട് ചെയ്യുന്നത്? ഏതൊക്കെ ഡിഫറെന്റ് പാത്തിലൂടെ റൂട്ട് ചെയ്യുന്നത് നോക്കാം. TCP ബട്ട് നോട്ട് UDP. ഇവിടെ UDPക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? വേറെ ഡിഫറെന്റ് പാത്ത് എടുക്കാൻ പറ്റും. സോ അതല്ല നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത TCP ആൻഡ് UDP. യെസ്, TCPക്കും UDPക്കും ആണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്? സെയിം സെഷനെ ഡിഫറെന്റ് പാത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നത്? റൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അടുത്ത അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ എന്താണ്? കറക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി, TCP ആൻഡ് UDP. അടുത്ത മൂന്നാമത്തെ ഓപ്ഷനും നമുക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം, UDP ബട്ട് നോട്ട് TCP. ഓക്കെ, ഇവിടെ പറയുമ്പോൾ എന്താണ്? ഇവിടെ TCP പാക്കറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? റൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് നോട്ട് എന്ന് പറയേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ഓക്കെ, പിന്നെ നെയ്തർ TCP രണ്ടും അല്ല എന്നാ ചോദിക്കുന്നത്. അപ്പൊ അതെന്താണ്? IP അലോ പാത്ത് ചേഞ്ചസ് എന്ത് ചെയ്യും? ഇവര് അലോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ രണ്ടും നമുക്ക് കറക്റ്റ് ഒരു ഇതിൽ ഫോർമാറ്റ് കിട്ടിക്കുന്ന ഏതാണ്? TCP ആൻഡ് UDP ആണ്. ഓക്കെ, അടുത്ത് ദ അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ. അതല്ലെന്നുണ്ടെങ്കിൽ ARP ഈസ് യൂസ്ഡ് ഫോർ. ഇതിൽ ഏതിനാണ് ARP നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം എന്ന് പറയുമ്പോൾ ഫൈൻഡിങ് ദ IP അഡ്രസ് ഫ്രം ദ DNS. ഓക്കെ, ഇത് ആരാ യൂസ് ചെയ്യുന്നത്? DNS ആണ് യൂസ് ചെയ്യുന്നത്. സോ അതല്ല നമ്മുടെ ആൻസർ. അടുത്ത എന്താ പറയുന്നത്? ഫൈൻഡിങ് ദ IP അഡ്രസ് ഓഫ് ദ ഡിഫോൾട്ട് ഗേറ്റ് വേ. അതെന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ARP എന്താണ്? ഒരിക്കലും ലൈക്ക് IP അഡ്രസ് കാര്യങ്ങളൊന്നും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ ARP യൂസ് ചെയ്യലില്ല. ഓക്കെ, അടുത്തെന്ന് പറയുമ്പോൾ ഫൈൻഡിങ് ദ IP അഡ്രസ് ദാറ്റ് കറസ്പോണ്ട്സ് ടു MAC അഡ്രസ്. ആ പണി ചെയ്യുന്ന ആരാണ്? RARP ആണ്. അതായത് നമ്മുടെ റിവേഴ്സ് മാപ്പിംഗ് ആണ് ആ ഒരു സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. RARP ആണ് ആ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. ARP ചെയ്യുന്ന ജോലി അല്ലാതെ. ഫൈൻഡിങ് ദ MAC അഡ്രസ് ദാറ്റ് കറസ്പോണ്ട് ടു an IP അഡ്രസ്, അത് ആരുടെ ജോബാണ്? അത് നമ്മുടെ ARPയുടെ കറക്റ്റ് ആയിട്ട് നമ്മൾ ARP യൂസ് ചെയ്യുന്ന കറക്റ്റ് ആയിട്ട് എന്തിനാണ്? ഈ ഫൈൻഡിങ് ദ MAC അഡ്രസ് ദാറ്റ് കറസ്പോണ്ട് ടു an IP അഡ്രസ്. അതിന് വേണ്ടിയിട്ടാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്? നമ്മുടെ ARP യൂസ് ചെയ്യുന്നത്. ഒരു MAC അഡ്രസ്സിനെ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ് ആയിട്ട് മാച്ച് ചെയ്യുക എന്നുള്ളതാണ് എന്താന്ന് പറയുന്നത് നമ്മുടെ ARP ബേസിക്കലി ചെയ്യുന്നത്. ഓക്കെ, അടുത്ത which of the following system calls result in the sending of SYN packets. ഓക്കെ, അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ചോദിക്കുന്നത്. ഫൈൻ. അപ്പൊ നമുക്കറിയാം കണക്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കണക്ട് ഇപ്പം ജസ്റ്റ് ഓക്കെ, ആദ്യം തൊട്ട് പറയാം. സോക്കറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് അറിയാം, ഓൾറെഡി പഠിച്ചിട്ടുള്ള പാർട്ട് 1 ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. സോക്കറ്റ് ബേസിക്കലി യൂസ് ചെയ്യുന്നത് ക്രിയേറ്റ് പാക്കറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെ? സോക്കറ്റ് എന്താ ചെയ്യുക? ക്രിയേറ്റ് പാക്കറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ ആര് ചെയ്യുക? സോക്കറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ,
അടുത്ത് വരുന്നതാണ് ബൈൻഡ്. ബൈൻഡ് എന്താണ് ചെയ്യുന്നത്? ഒരു സോക്കറ്റിനെ ബൈൻഡ് ചെയ്യുക. ബൈൻഡ് സോക്കറ്റ്. ഫൈൻ. അടുത്ത് ലിസൺ എന്താ ചെയ്യുക? ഒരു കണക്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് ലിസൺ ചെയ്യുന്നത്. വെയിറ്റ് ഫോർ എ കണക്ഷൻ. കണക്ട് ആണ് നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നതാ? ഇതിനെ ഒരു ഫോളോയിങ് സിസ്റ്റം കോൾസ് റിസൾട്ട് ഇൻ ദ സെൻഡിങ്. ഒരു പാക്കറ്റ്സ് സെൻഡ് ചെയ്യുമ്പോഴേക്കും റിസൾട്ട് ഔട്ട് ചെയ്യുന്നത് ആരാണ്? കണക്ട് ആണ്. അപ്പൊ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫോർമാറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് which one of the following socket API function convert an unconnected ആക്റ്റീവിനെ, ഒരു അൺകണക്റ്റഡ് ആയിട്ടുള്ള ആക്റ്റീവ് TCP സോക്കറ്റിനെ ഒരു ആക്റ്റീവ് അല്ലെങ്കിൽ ഒരു പാസീവ് സോക്കറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഇത് ഏതൊരു API ഫംഗ്ഷൻസ് ആണെന്നാ ചോദിക്കുന്നത്. ഇതിൽ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ കണക്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിയേറ്റ് ചെയ്യുക. അതാണ് എന്തെന്ന് പറയാ? കണക്ട് ചെയ്യുന്നത് എന്താണ്? കണക്ട് ചെയ്യുന്നത് ഒരു മേക്ക് ആക്റ്റീവ് ഓപ്പൺ ചെയ്യാൻ അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മേക്ക് ആക്റ്റീവ് ഓപ്പൺ, അതാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് വരുന്നതാണ് ബൈൻഡ്. അല്ലെ, ബൈൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ കറക്റ്റ് അസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അസൈനിങ്. എന്താണ് അസൈൻ ചെയ്യുന്നത്? ഒരു IP അഡ്രസ്സിനെ അതിന്റെ ഒരു IP അഡ്രസ് പോർട്ടിന് എന്ത് ചെയ്യുക? അസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, IP അഡ്രസ് ഓഫ് എ പോർട്ട്, അതാണ് ബൈൻഡ് എന്ന് പറയുന്നത്. ലിസൺ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്? ഒരു അൺകണക്റ്റഡ് ആയിട്ടുള്ള ആക്റ്റീവ് TCP സോക്കറ്റിനെ ഒരു പാസീവ് സോക്കറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ കറക്റ്റ് ആയിട്ട് ആരാണ് ചെയ്യുന്നത്? ലിസൺ ആണ് ചെയ്യുന്നത്. ഓക്കെ, അക്സെപ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു കണക്ഷനെ അക്സെപ്റ്റ് ചെയ്യുക, അതാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു അൺകണക്റ്റഡ് ആയിട്ടുള്ള ആക്റ്റീവ് TCP സോക്കറ്റിനെ ഒരു പാസീവ് സോക്കറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ആരാണ്? ലിസൺ ആണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീൽഡ് ഓഫ് എൻ IP ഹെഡർ ഈസ് അല്ലെങ്കിൽ ഓർ, അപ്പൊ ഓൾവേസ് modified by any router before it forward the IP packet. ഇവിടെ കണ്ടോ, ഈസ് ഓർ ആർ, ഇതൊക്കെ ഒരു ചെറിയ ടൈപ്പ് ഓഫ് ഹിന്റ് ആണ്. നമ്മൾ ഇപ്പോ ഈസ് ഓർ ആർ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ വരുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കുക മേ ബി അവിടെ ഓരോ ഓപ്ഷനോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവരിങ്ങനെ ഈസ് ഓർ ആർ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു സിമ്പിൾ നമുക്ക് തന്നിരിക്കുന്നത്. ഒരു ഹിന്റ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം. ഓക്കെ, ഇപ്പൊ ഒരു ഒറ്റ ഓപ്ഷൻ ആണെങ്കിൽ ഈസ് മാത്രം തന്നാൽ മതിയല്ലോ. അപ്പൊ ഈസും ആറും കൂടെ അങ്ങനെ രണ്ട് ഒരു ഇത് തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. മോർ ദാൻ വൺ ഓപ്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിക്കുന്നത് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീൽഡ് ഓഫ് എൻ IP ഹെഡർ ഈസ് അല്ലെങ്കിൽ ഓർ ഓൾവേസ് മോഡിഫൈഡ് ബൈ എ റൂട്ടർ ബിഫോർ ഇറ്റ് ഫോർവേഡ് ദ IP പാക്കറ്റ്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ് എപ്പോഴും മോഡിഫൈ ചെയ്യുന്നത്? ഇപ്പൊ എന്താണ്, ഒരു IP പാക്കറ്റ് ഫോർവേഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ മോഡിഫൈ ചെയ്യുന്നത് ഇതിൽ ഏതൊക്കെ ഫീൽഡ് ആണെന്നാണ് ബേസിക്കലി ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ്? TTL, ടൈം ടു ലീവ്, അത് എപ്പോഴും മോഡിഫൈ ചെയ്യണം. സോ അത് നമ്മുടെ ഒരു കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, ടൈം ടു ലീവ് എന്താണ്? മോഡിഫൈ ചെയ്യും. എന്തിനാണ്? ഒരു IP പാക്കറ്റ് ഫോർവേഡ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യും? മോഡിഫൈ ചെയ്യും. അടുത്ത ഹെഡർ ചെക്സം ഓൾവേസ് മോഡിഫൈ, എപ്പോഴും ഹെഡർ ചെക്സമും മോഡിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂടാ? IP പാക്കറ്റ് ഫോർവേഡ് ചെയ്യുള്ളൂ. അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്യും? ഓൾവേസ് മോഡിഫൈ. ഓക്കെ, എപ്പോഴും മോഡിഫൈ ചെയ്യും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് രണ്ടും ഇതിന്റെ ഓപ്ഷൻ ആയിട്ട് വരും. കണ്ടോ, അതാ ഞാൻ പറഞ്ഞത്. അതാ ക്വസ്റ്റിനിൽ തന്നെ ഓൾറെഡി ഈസ് ഓർ ഇങ്ങനെ തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റി അല്ലേ? അപ്പോൾ പ്രോട്ടോകോൾ ആൻഡ് സോഴ്സ് IP അഡ്രസ് എന്ത് ചെയ്യാൻ അങ്ങനെ മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. രണ്ടും എന്ത് ചെയ്യില്ല? മോഡിഫൈ ചെയ്യില്ല. പക്ഷേ ടൈം ടു ലീവും അതുപോലെ തന്നെ ഹെഡർ ചെക്സമും നന്നായിട്ട് മോഡിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അതിനെ സെൻഡ് ഔട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യുള്ളൂ. ഫൈൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കൺസിഡർ ദ 3 കമാൻഡ്സ്. ഓക്കെ, ഇവിടെ 3 കമാൻഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഏതൊക്കെയാ കമാൻഡ്സ് നോക്കിക്കേ. ഒന്നെന്ന് പറയുമ്പോഴേക്കും പ്രോംപ്റ്റ് ഉണ്ട്, ഹെഡ് ഉണ്ട് ആൻഡ് RCPT ഉണ്ട്. ഓക്കെ, ഇതിലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ഇൻഡിക്കേറ്റ് കറക്റ്റ് അസോസിയേഷൻ ഓഫ് ദീസ് കമാൻഡ്സ്. ഓക്കെ, ഈ കമാൻഡ്സിൽ കറക്റ്റ് ആയിട്ട് അത് കറസ്പോണ്ടിങ് ആയിട്ട് പോകുന്ന ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോ ഫസ്റ്റ് എന്താണ്? പ്രോംപ്റ്റ്. പ്രോംപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ക്ലയന്റ് സൈഡിൽ യൂസ് ചെയ്യുന്നതാണ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈം സൈഡിലാണ് എന്താണ്? നമ്മുടെ FTP-യിലാണ് ഇത് കൂടുതലും എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്ന ആരാണ്? FTP ആണ് യൂസ് ചെയ്യുന്നത്. എന്തിനാണ് FTP-യിൽ യൂസ് ചെയ്യുന്നത്? ലൈക്ക് എന്താണ്? നമ്മുടെ ഇന്ററാക്ഷൻസും കാര്യങ്ങളും ഇനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോംപ്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത്, FTP-യിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പ്രോംപ്റ്റ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? FTP.
അടുത്ത ഹെഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ലൈക്ക് HTTP-യിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഹെഡ് യൂസ് ചെയ്യുന്നത്. കാരണം ഇവിടെ ബേസിക്കലി എന്താണ്, ഒരു റിസോഴ്സിന്റെ ഹെഡർ മാത്രം റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഹെഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് നമ്മുടെ ഹെഡ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വരുന്നത് എന്താണ്, RCPT. ഓക്കെ, RCPT എന്ന് പറയുമ്പോൾ എവിടെ യൂസ് ചെയ്യുന്നത്, SMTP-യിലാണ് RCPT യൂസ് ചെയ്യുന്നത്. അതായത് ബേസിക്കലി എന്താണ്, ഒരു SMTP-യുടെ ഒരു പാർട്ടാണ് എന്തെന്ന് പറയുന്നത്, RCPT എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇമെയിലിന്റെ ഒക്കെ എന്താണ് റെസിപ്പിയന്റ് ഏതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ആരാന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്, സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക്കലി ഈ ഒരു ടൈപ്പ് ഓഫ് RCPT യൂസ് ചെയ്യുന്നത്. അതായത് സിംപ്ലി പറയണമെങ്കിൽ ഒരു SMTP-യുടെ പാർട്ടാണ് എന്തെന്ന് പറയുന്നത്, RCPT എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് മൂന്നും കണക്ട് ആയി വരുന്ന ഏതാണ്, FTP, HTTP ആൻഡ് SMTP. അതായത് FTP, HTTP ആൻഡ് SMTP. അപ്പൊ അതിന്റെ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ വരുന്ന ഏതാണ് വരിക, B ആയിരിക്കും. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ടാവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴേക്കും വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂസസ് UDP, ഒരു ട്രാൻസ്പോർട്ട് പ്രോട്ടോകോൾ ആയിട്ട് ഇതിൽ ഏതൊക്കെയാണ് UDP യൂസ് ചെയ്യുന്നതെന്നാ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ 3 ഓപ്ഷൻ ഉണ്ട്. ഏതൊക്കെയാണ്, 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഒന്നാമത്തെ എന്താണ്, HTTP ആരാണ് യൂസ് ചെയ്യുന്നത്, TCP ആണ് HTTP യൂസ് ചെയ്യുന്നത്. ഓക്കെ, TCP ആണ് HTTP യൂസ് ചെയ്യുന്നത്. ടെൽനെറ്റ് യൂസ് ചെയ്യുന്ന ആര് തന്നെയാണ്, TCP തന്നെയാണ് യൂസ് ചെയ്യുന്നത്. DNS ആണ് ആര് യൂസ് ചെയ്യുന്നത്, UDP ആണ് DNS യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ DNS ആണ് നമ്മുടെ UDP കൂടുതലും യൂസ് ചെയ്യുന്നത്. ഫൈൻ, UDP യൂസ് ചെയ്യുന്നത് DNS ആണ്. ഓക്കെ, SMTP-യും അഗൈൻ എന്ത് തന്നെയാണ് വരിക, TCP യൂസ് ചെയ്താണ്, TCP ആണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, യൂസ് TCP ആണ്. ഓൾ ടെൽനെറ്റും എന്താണ്, TCP ആണ് യൂസ് ചെയ്യുന്നത്. HTTP-യും TCP ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് DNS ആണ്. ഓക്കെ, ഫൈൻ. പിന്നെ മാച്ച് ദ ഫോളോയിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് സിമ്പിൾ ആണ്, ഒന്നുമില്ല. SMTP എന്ന് പറയുമ്പോൾ എന്താണ്, ആപ്ലിക്കേഷൻ ലെയർ ആണ്. അത് ഓൾറെഡി നമുക്ക് അറിയാം. ഓക്കെ, SMTP എന്ന് പറയുമ്പോൾ എന്താണ്, ആപ്ലിക്കേഷൻ ലെയർ ആണ്. BGP എന്ന് പറയുമ്പോൾ എന്താണ്, നെറ്റ്വർക്ക് ലെയർ. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളാണ്, നമുക്ക് അധികം ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നെറ്റ്വർക്ക് ലെയർ ആണ്. അടുത്ത TCP എന്ന് പറയുമ്പോൾ എന്താണ്, TCP ആ പേര് തന്നെ ഉണ്ട്, എന്താണ്, ഒബ്വിയസ്ലി ട്രാൻസ്പോർട്ട് ലെയർ ആണ് അല്ലെ. അടുത്ത PPP എന്ന് പറയുമ്പോൾ ഏതായിരിക്കും വരിക, ഡേറ്റ ലിങ്ക് ലെയർ ആണ്. ഓക്കെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. കാരണം ഇത് ബേസിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്ന് വെരി ലക്കി. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ പ്രതീക്ഷിക്കാം. ഒരു ഇങ്ങനത്തെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ മേ ബി 2 to 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ മേ ബി പ്രോബ്ലംസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം ഉണ്ടാവുക. ഓക്കെ, ഫൈൻ. അടുത്തുണ്ടോ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്. എന്താണ്, ആ കമ്പ്യൂട്ടർ ഓൺ എ 10 Mbps നെറ്റ്വർക്ക് ഈസ് റെഗുലേറ്റഡ് ബൈ എ ടോക്കൺ ബക്കറ്റ്. ഓക്കെ, ഒരു ടോക്കൺ ബക്കറ്റ് വെച്ചൊരു 10 Mbps നെറ്റ്വർക്ക് റെഗുലേറ്റ് ചെയ്തിട്ടുണ്ട്. ദ ടോക്കൺ ബക്കറ്റ് ഈസ് ഫിൽഡ് അറ്റ് എ റേറ്റ് ഓഫ് 2 Mbps-ലാണ് അത് ഫില്ലപ്പ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ഇനിഷ്യലി ഫിൽ ടു കപ്പാസിറ്റി വിത്ത് 16 Mbps-ലാണ് ഇനിഷ്യലി എന്ത് ചെയ്യുന്നത്, ഫിൽ ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ മാക്സിമം ഡ്യൂറേഷൻ ആണ് ചോദിക്കുന്നത്. ഇൻ വിച്ച് കമ്പ്യൂട്ടർ ക്യാൻ ട്രാൻസ്മിറ്റ് ദ ഫുൾ 10 Mbps-ന്റെ മാക്സിമം ഡ്യൂറേഷനും കാര്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, മാക്സിമം ഡ്യൂറേഷൻ ആണ് ഇപ്പോൾ ഡയറക്റ്റ് ചോദിക്കുന്നത്. ഓക്കെ, ഡേറ്റ ട്രാൻസ്ഫറിന്റെ റേറ്റ് നമുക്കറിയാം അല്ലെ. ഡേറ്റ ട്രാൻസ്ഫറിന്റെ റേറ്റ് നമുക്ക് അറിയായിരുന്നു, എത്രയാണ്, 10 Mbps ഇല്ലേ. ഇവിടെ ഇനി അടുത്ത് ചോദിക്കുന്നതാണ്, പിന്നെയും എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞ് തന്നിട്ടുണ്ട്. ഇനിഷ്യലി നമുക്ക് എത്രയായിരുന്നു നമ്മുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്, ഇനിഷ്യലി ഫിൽഡ് കപ്പാസിറ്റി എത്രയാണ് പറയുന്നത്, 16 MB. ഇനിഷ്യലി ഫിൽഡ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, 16 MB ആണ് നമ്മുടെ ഇനിഷ്യലി ഫിൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് ഇനി നമ്മൾ ചോദിക്കേണ്ട മാക്സിമം ഡ്യൂറേഷൻ ആണ്. മാക്സിമം ഡ്യൂറേഷൻ നമുക്ക് ഒന്നുമില്ല, കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ജസ്റ്റ് എന്താണ്, 16 ഡിവൈഡഡ് ബൈ നമ്മുടെ ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് എത്ര വരുന്നത്, 10 ആണ്. അപ്പൊ എത്രയാണ്, ടോക്കൺ ബക്കറ്റ് ഈസ് ഫിൽഡ് അറ്റ് ദ റേറ്റ് ഓഫ്, എത്ര റേറ്റിലാണ് അത് ഫില്ലപ്പ് ആയിരിക്കുന്നത്, 2 Mbps അല്ലെ. അപ്പോൾ 10 - 2 ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, 2 സെക്കൻഡ് കിട്ടും. അപ്പൊ അതായത് ഇനിഷ്യലി ഫില്ല് ചെയ്ത കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ നമ്മുടെ ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് മൈനസ് നമ്മുടെ അപ്പോഴത്തെ ടോക്കൺ, അതായത് എന്താണ്, ആ ഒരു ടോക്കൺ ബക്കറ്റ് ഈസ് ഫിൽഡ്, ആ ഒരു റേറ്റ് എത്രയാണ്, ഒരു ടോക്കൺ ഒരു മെയിൻ്റെനൻസ് റേറ്റ് എത്രയാണ് വരുന്നത്, 2 Mbps നമ്മുടെ ഒരു മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന റേറ്റ് അല്ലേ. അപ്പൊ നമുക്ക് ചെയ്യുമ്പോൾ എന്താണ്, സിംപ്ലി നമ്മുടെ ഇത് കിട്ടും, ഡ്യൂറേഷൻ എത്ര കിട്ടും, 2 സെക്കൻഡ് ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ ഡ്യൂറേഷൻ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, സിമ്പിൾ അല്ലേ. അടുത്ത് ദ പ്രോട്ടോകോൾ ഡേറ്റ യൂണിറ്റ്, അതായത് PDU ഫോർ ദ ആപ്ലിക്കേഷൻ ലെയർ ഇൻ ദ ഇന്റർനെറ്റ് സ്റ്റോക്ക് ഏതെന്നാ ചോദിക്കുന്നത്. ഫൈൻ, അപ്പൊ അതെന്താണ്, ഇപ്പൊ സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പൊ ഇവിടെ ചോദിക്കുന്ന PDU ആണ്, അതിന്റെ ആപ്ലിക്കേഷൻ ലെയറിന്റെ. അപ്പൊ സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ട്രാൻസ്പോർട്ട് ലെയർ ആണ് സെഗ്മെന്റ് വരിക. ഓക്കെ,
അതുപോലെ തന്നെ ഡേറ്റാഗ്രാം എന്ന് പറയുമ്പോഴേക്കും നെറ്റ്വർക്ക് ലെയർ അല്ലെങ്കിൽ UDP ലെയറിലൊക്കെയാണ് ഡേറ്റാഗ്രാം വരിക. ഓക്കെ, നെറ്റ്വർക്ക് അല്ലാന്നുണ്ടെങ്കിൽ UDP ഒക്കെ വരാം. പിന്നെ മെസ്സേജ് ആണ് നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. കാരണം PDU എന്താണ് ആപ്ലിക്കേഷൻ ലെയറിൽ ദ PDU ഫോർ ദ ആപ്ലിക്കേഷൻ ലെയർ ഇൻ ദ ഇന്റർനെറ്റ് ആക്കി മെസ്സേജ് ആണ് നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, ഫ്രെയിം ആണെന്നെങ്കിൽ ഏതാണ് വരിക? ഡേറ്റ ലിങ്ക് ലെയർ ആണ് ഫ്രെയിം വരിക. ഓക്കെ, ഡേറ്റ ലിങ്ക് ലെയർ. ഓക്കെ, ഫൈൻ. അടുത്ത ദ ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോൾസ് യൂസ് നേരത്തെ പോലത്തെയാണ്. അപ്പൊ ഇവിടെ ഏതൊക്കെയാണെന്നാ ചോദിക്കുന്നത്, ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡറിൽ. അപ്പൊ മൾട്ടിമീഡിയ, ഫയൽ ട്രാൻസ്ഫർ, DNS ആൻഡ് ഇമെയിൽ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ആദ്യം തന്നെ മൾട്ടിമീഡിയ. ഓക്കെ, മൾട്ടിമീഡിയ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ മൾട്ടിമീഡിയ പറയുമ്പോൾ നമ്മുടെ UDP. ഓക്കെ, UDP ആണ് നമ്മുടെ മൾട്ടിമീഡിയ. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് റിയൽ ടൈം എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ് വരുന്നതാണ് ഫയൽ ട്രാൻസ്ഫർ. ഫയൽ ട്രാൻസ്ഫർ നമുക്കറിയാം എന്താണ് TCP ആണ് അല്ലെ ഫയൽ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് എന്താണ് DNS ചെയ്യുന്നത് ആരാണ്? UDP യിലാണ് നമ്മൾ DNSും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഇമെയിൽ കാര്യങ്ങൾ അതാ ചെയ്യുന്നത് TCP ആണ് ഇമെയിൽ ചെയ്തത്. അപ്പൊ ഈ ഒരു ഓർഡറിൽ ഏതൊക്കെയാ വരുന്നത് നോക്കൂ, UDP TCP UDP TCP. അതായത് ഇവിടെ കിടപ്പുണ്ട് UDP TCP UDP TCP. സോ ദിസ് ഈസ് അവർ കറക്റ്റ് ആൻസർ. ഓക്കെ, മൾട്ടിമീഡിയ UDP അല്ലെങ്കിൽ റിയൽ ടൈം ഒക്കെ ഇതിലാ വരിക? UDP യിലാ വരിക. അതുപോലെ തന്നെ TCPയും കാര്യങ്ങളൊക്കെ ഫയൽ ട്രാൻസ്ഫറിലാണ് വരിക. ഫയൽ ട്രാൻസ്ഫർ ഒക്കെ നമുക്ക് TCP ഇതിലാണ് വരിക. DNS ആണെങ്കിൽ UDP, ഇമെയിൽ ആണെങ്കിലും TCPയും കാര്യങ്ങളൊക്കെ വരിക. ഓക്കെ, സോ ഇതെന്താണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം പലതിന്റെ ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ടൊക്കെ ഏതൊക്കെ ലെയറിന്റെ അണ്ടല്ല വരുന്നത് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഏകദേശം മെയിൻ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതൊക്കെ ആയിരിക്കും മെയിൻ ആയിട്ട് വരുന്നുണ്ടാവുക. അതായത് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ബേസിക്കലി വരാൻ ചാൻസ്. ഓക്കെ, അപ്പോ നിങ്ങൾ ഇവിടെ നോക്കേണ്ടതെന്ന് പറയുമ്പോൾ ഒന്നുമില്ല. മെയിൻ ആയിട്ട് എന്താ കുറച്ച് ഫോർമുലാസ് ഇങ്ങനെ നമ്മളിപ്പോ ഇതിൽ തന്നെ നമ്മൾ 2-3 ഫോർമുലാസ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഫോർമുലാസ് നമ്മൾ പാർട്ട് 1 കുറച്ച് ഫോർമുലാസ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. പാർട്ട് 2 ഈ ഒരു സെക്ഷനിലും ചെറിയ ചെറിയ ടൈപ്പ് ഓഫ് ഫോർമുലാസ് കിട്ടിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ ഫോർമുലാസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഒരുപാട് സ്റ്റെപ്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. ആ ഒരു ഫോർമുലാസ് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഫോർമുല യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ഈ പറഞ്ഞ ഇപ്പം നമ്മുടെ നേരത്തെ ഒരു മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുമ്പോൾ ആ ലെയർസിന്റെ കാര്യങ്ങൾ കറക്റ്റ് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അപ്പോ ഇതില് നമ്മൾ കുറച്ച് ഫോർമുലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് തിയറി പാർട്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ കുറച്ച് ലെയേഴ്സും കാര്യങ്ങളും അതിന്റെ ഫംഗ്ഷൻസും കാര്യങ്ങളും അറിഞ്ഞിരിക്കുക. അങ്ങനെ അറിയാൻ തന്നെ നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആ ഒരു പാർട്ട് ഒരുവിധം ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പാർട്ട്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.